6-ാം മാസത്തിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ദേവദാസന്റെ ശരീരത്തെ തളർത്തി തുടങ്ങി. പ്രായമേറും തോറും പേശികൾ ദുർബലമായി, ചലനങ്ങൾ പരിമിതപ്പെട്ടു. എന്നാൽ വിധിക്ക് കീഴടങ്ങാൻ ആ മനസ്സ് തയ്യാറല്ലായിരുന്നു. ശാരീരികമായ അവശതകളെ തന്റെ സർഗശക്തി കൊണ്ട് അദ്ദേഹം മറികടന്നു. മനസ്സിൽ വിരിഞ്ഞ ഭാവനകൾ കവിതകളായും കഥകളായും കടലാസിലേക്ക് പകർന്നു. 50-ലധികം ഭക്തിഗാനങ്ങളാണ് ദേവദാസന്റെ തൂലികയിൽ നിന്നും പിറന്നത്. അവയിൽ പലതും ഇന്ന് ആസ്വാദകരിലേക്ക് എത്തിക്കഴിഞ്ഞു. ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്കും തളർന്നു പോകുന്നവരാണ് മിക്കവരും. എന്നാൽ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെല്ലാം ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജമായി കൈക്കൊണ്ട് ജീവിക്കുന്ന ഒരാളുണ്ട് കുറ്റ്യേരിയിൽ. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ദേവദാസൻ നിരവധി കവിതകളും കഥകളും ഒക്കെ എഴുതിയ ഒരു കലാകാരൻ കൂടിയാണ് ദേവദാസൻ എന്ന് പറയുന്ന ഈ വ്യക്തി. എത്ര കവിതകൾ എഴുതിയിട്ടുണ്ട്? ഏതായിരുന്നു പ്രധാനമായിട്ടും എഴുതാനുള്ള ആശയം? നാടിൻ്റെ കാഴ്ച കുറേ എഴുതിയത്, പിന്നെ അയ്യപ്പ പാട്ട് എഴുതി, ശിവൻ്റെ എഴുതി, അങ്ങനെ കുറേ എഴുതാറുണ്ട്. കഥയും എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ടോ? ബുക്കിൽ കുറേ പ്രസിദ്ധീകരിച്ചു, മാസം മാസം വരാറുണ്ട്, പുഷ്പധ്വനിയിൽ വരാറുണ്ട്. എത്ര കവിതകൾ എഴുതിയിട്ടുണ്ടാവും? 50ഓളം കവിത എഴുതി, 50ഓളം എഴുതിയിട്ടുണ്ട്. അപ്പം ചേട്ടൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ആദ്യം എമർജൻസി ആക്കലുണ്ടായിരുന്നു, സോപ്പാക്കലുണ്ടായി, പിന്നെ വേറെ ലോട്ടറി എടുക്കാൻ വേണ്ടി. അപ്പം എങ്ങനെയാണ് ഈ കവിത എഴുതണം കഥ എഴുതണം എന്നുള്ള ഈ തീരുമാനത്തിലേക്ക് ഇങ്ങനെ ഒന്നിലേക്ക് വരാനുള്ള കാരണം? ഒരാൾ ഇങ്ങനെ കവിത വേണമെന്ന് പറഞ്ഞു ബുക്കിൽ, അപ്പോൾ ഞാൻ കവിത ചെറിയ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ കുറച്ച് വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയായിരുന്നു? സപ്പോർട്ടായിരുന്നു? എല്ലാവരും നല്ല പിന്തുണയായിരുന്നു? എഴുതാൻ പറയായിരുന്നു. കേൾപ്പിച്ചു കൊടുക്കാറുണ്ടോ കവിത എഴുതിയിട്ട്? ഉണ്ട്. നമുക്ക് വേണ്ടിട്ട് പ്രഷർക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമോ? ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതിയ? അയ്യപ്പൻ്റെ പാട്ട്. സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, സ്വാമി അല്ലാതെ ശരണമില്ല. ചികമൊന്നു പിറന്നേ ലക്ഷമാലയണിഞ്ഞ് പൊന്നയ്യപ്പ സ്വാമിയെ കാണാൻ പെണ്ണിസ്വാമിമാർ ഞങ്ങൾ വരുന്നേ. സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, സ്വാമി അല്ലാതെ ശരണമില്ല. പമ്പയിൽ സ്നാനം കഴിഞ്ഞേ പമ്പ വിളക്കും കണ്ടേ. എഴുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ദേവദാസന്റെ പോരാട്ടം. ഉപജീവനത്തിനായി സോപ്പ് നിർമ്മാണവും ലോട്ടറി കച്ചവടവും അദ്ദേഹം നടത്തുന്നുണ്ട്. പരാശ്രയമില്ലാതെ ജീവിക്കണമെന്ന നിർബന്ധമാണ് ഈ കഠിനാധ്വാനത്തിന് പിന്നിൽ. കരുത്തായി കുടുംബവും കൂടെ നിൽക്കുന്നതോടെ ഏത് വലിയ പ്രതിസന്ധിയും ദേവദാസന് നിസ്സാരമാണ്. വീണിടത്തു നിന്ന് എഴുന്നേൽക്കാൻ മടിക്കുന്നവർക്ക് മുന്നിൽ ജീവിതം ഒരു പോരാട്ടമാണെന്ന് തെളിയിക്കുകയാണ് ഈ കുറ്റ്യേരിക്കാരൻ. അപ്പോൾ നമുക്കെല്ലാം ഒരു പ്രചോദനമാകുന്ന ഒരു കലാകാരൻ തന്നെയാണ് ദേവദാസൻ എന്ന ഇദ്ദേഹം. കാരണം എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ജീവിതത്തിൽ തളർന്നു പോകുന്നതും എനിക്കൊന്നും ആകില്ല എന്ന് വിചാരിക്കുന്നവരുമാണ് നമ്മളിൽ മിക്കവരും. എന്നാൽ ഇതൊന്നും ഒന്നുമല്ല. പ്രതിസന്ധി എൻ്റെ ജീവിതത്തിന് ഊർജം പകരും. ആ പ്രതിസന്ധികൾ ഞാൻ തരണം ചെയ്യും, അതിലൂടെ ഞാൻ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രമോദ് ചെടിച്ചേരിക്കൊപ്പം മേഘ PV, സീൽ ന്യൂസ്.